ഹായ് അമിസേ, മനസ്സായോ? അപ്പോൾ നമ്മുടെ വൺഷൂട്ടിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ ശ്രീ പറയാൻ പോകുന്നതെന്ന്. അതാണോ പറയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാണ്ടേ, നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ നമ്മൾ അവിടെ നിർത്തി വെച്ചതല്ലേ, നമുക്കിന്ന് കണ്ടിന്യൂ ചെയ്താലോ? പോയി നോക്കാം എന്തായി എന്ന്. അത് എനിക്ക് നിന്നോട് ആദ്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നീ ഇതിപ്പോൾ കേട്ട ഉറപ്പായിട്ടും ഞാനിത് ഈ കല്യാണം മുടക്കാതെ എന്താന്ന് റീസണായിട്ട് പറയാൻ നീ കരുതുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ പറയാതിരുന്നത്. ഇതിനെയല്ലേ കുറച്ച് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഈ കാര്യം പറ. അത് എനിക്ക് അവളോട് എന്തോ ഫീലിങ്സ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ആഹാ, എന്നാ ഐഡിയ, കൊള്ളാം, ഇതെനിക്കിഷ്ടപ്പെട്ടു. ഓ, ഇതുകൂടി തന്നെ ഞാൻ ഇതുവരെ നിന്നോട് പറയാതിരുന്നേ. എനിക്കാരാ നീ വിശ്വസിക്കില്ല എന്ന്. എൻ്റെ പൊന്നു ശ്രീ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഓക്കെ, നിനക്ക് ഇഷ്ടമായി എന്ന് പറയുന്ന പെൺകുട്ടി ഏതാ? എനിക്കറിയാത്ത പെൺകുട്ടിയാണോ? നിനക്കറിയാത്ത പെൺകുട്ടിയൊന്നും പറയാൻ പറ്റില്ല. നിനക്കറിയാം, പക്ഷെ അവളെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അത് നിനക്കും അറിയില്ല എന്ന് തന്നെ എൻ്റെ വിശ്വാസം. ആഹാ, എനിക്കും അറിയില്ല, നിനക്കും അറിയില്ല, പേരും അറിയില്ല, ഒന്നും അറിയില്ല. നീ എന്താ എന്നെ പൊട്ടം കളിപ്പിക്കുക? എടാ, സത്യമായിട്ടും ഞാൻ കാര്യം പറയുന്നേ, ഞാൻ കളിയല്ല. എനിക്ക് അറിയില്ലടാ, എനിക്ക് അവളുടെ ഫീലിങ്സ് ഉണ്ടോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. കാരണം എനിക്കിപ്പോൾ അവളെ കണ്ടത് മുതൽ എൻ്റെ മനസ്സിൽ അവളെ മുഖം ഇങ്ങനെ, ഓ, ഞാൻ എങ്ങനെ നിന്നോട് പറയുക? അങ്ങനൊരു അവസ്ഥയില്ല ഞാൻടാ. ഓക്കെ, എനിക്ക് മനസ്സിലാവും നിന്നെ. എന്നാ നീ പറ, ആരാ ആളെന്ന് പറ ആദ്യം. അതെ, നമ്മുടെ ഇന്നലെ നമ്മൾ വണ്ടി കുത്താൻ പോയിട്ടില്ലായിരുന്നു ആ കുട്ടി. സത്യം പറഞ്ഞു, ഇത് നിന്റെ കല്യാണം മുടക്കാനുള്ള ഇടവല്ലേ? അല്ലാതെ ആ പെൺകുട്ടീനോട് നിനക്ക് എന്ത് തോന്നാ? നീ അവളെ കണ്ടപ്പോഴേ അവളോട് ചാടി കളിച്ചോണ്ടല്ലായിരുന്നു. പിന്നെ എങ്ങനെ? നീ ശരിക്കും അവളെ മുഖത്തേക്ക് വല്ലതും നോക്കിയിട്ടുണ്ടാ? ആ, സത്യവാ, ഞാൻ അവളോട് ചാടി കളിച്ചു, അതുള്ളത് തന്നെ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് റൂമിലെത്തി കഴിഞ്ഞാൽ എനിക്ക് അവളെ മുഖം മനസ്സൊന്നും പോകുന്നതേ ഇല്ല. ഞാൻ നോക്കിയിട്ടൊക്കെ ഉണ്ട് അവളെ, ഞാൻ അവളെ കണ്ടിട്ട് നോക്കിയിട്ട് കാണാതെ നിന്നിട്ടൊന്നുമില്ല. എനിക്ക് നിന്നെ അത്ര അങ്ങോട്ട് വിശ്വാസം പോരാ. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എവിടെ പോയി തപ്പിയെടുക്കും നീ അവനെ? ആരാന്ന് പോലും അറിയില്ല, പേരെന്താണോന്ന് അറിയില്ല, എവിടുത്തെ കാര്യമാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ അതൊരു മലയാളി പെങ്കൊച്ചാണെന്ന് മാത്രം മനസ്സിലായി. എവിടെ പോയി തപ്പു ഇനി? നീ എന്നത് വിട്ടേ, അതൊന്ന് വിട്ടേക്ക്, അതൊന്നും മനസ്സുകൊണ്ട് നിൽക്കണ്ട. അതൊന്നും നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇനി എവിടെ പോയി തപ്പാനാ? ശരിയോ, എവിടെ പോയി തപ്പാനോ? അതുമല്ല, എനിക്കാണെങ്കിൽ അവളുള്ള ഫീലിങ്സ് എന്താണെന്ന് പോലും അറിയില്ല. ചിലപ്പോൾ ഞാൻ അവളെ അത്രമാത്രം വഴക്ക് പറഞ്ഞുകൊണ്ട് എനിക്കെന്തോ ഫീൽ ചെയ്തത് കൊണ്ടാവാം. അത് ശരിയാ, അതിനാവാനാ സാധ്യത. കാരണം നീ ഒരാവശ്യമില്ലാതെ ഒരുപാട് കുട്ടീനെ വഴക്ക് പറഞ്ഞു. അപ്പോൾ നിനക്ക് ഫീലിംഗ് ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സോ ചിലപ്പോൾ അതായിരിക്കും. നീ അത് വിട്. ദേ വീടെത്തി, വാ ഇറങ്ങ്. നിങ്ങൾ വന്നോ? ഒരു കേറിയിരിക്കും. താങ്ക് യു അങ്കിൾ. അല്ല, നിങ്ങൾക്ക് വീട് കണ്ടെത്താൻ ബുദ്ധിമുട്ടായോ? ഹേയ്, എന്ത്? ഒരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് എത്തി. ഞങ്ങൾക്ക് അവിടെ പേക്കാനായിട്ട് തോന്നിയിട്ടില്ല. Una vida ganaste la ruleta con tu movimiento ves, 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 otra vez ves, ves, ves. Ramaणी bhajan wali do Ramaणी bhajan wali do Ramaणी bhajan wali do Ramaणी bhajan wali do Ramaणी bhajan. അങ്കിൾ, ഇതാണ് ചെക്കൻ, ശ്രീദേവ്. ശ്രീദേവ് എന്ന് വിളിക്കും, ഞങ്ങളെ ശ്രീ എന്നൊക്കെ വിളിക്കും. പിന്നെ പെണ്ണിനെ കണ്ടില്ലല്ലോ. ശ്രീദേവല്ലേ? എനിക്കറിയാം, എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. മോളിപ്പോ വരും കേട്ടോ. പിന്നെ ഇതെന്റെ ഭാര്യ സീത. നമസ്കാരം ആന്റി. അല്ല, ശ്രീയൊന്നും സംസാരിക്കുന്നത് കേൾക്കുന്നില്ലല്ലോ, എന്താ പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അങ്കിൾ, ഒരു പ്രശ്നമില്ല. അത് പിന്നെ ഇങ്ങനെ ഒരു പെണ്ണ് കാണലൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ, സോ അതിൻ്റെതായിട്ടുള്ള ചില നെർവസൻസ് അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല. ഓ, അതാണോ? അതൊന്നും പ്രശ്നമാക്കണ്ടെന്നേ, അതൊക്കെ അവിടെ മാറിക്കോളും.
പിന്നെ ഞാൻ മോളെ വിളിക്കാം. സീത, നീ മോളെ വിളിച്ചേ. ആ ഏട്ടാ. ആ ദേ വന്നല്ലോ. ഇതെന്റെ മോള് അഞ്ജലി. ആ ആ, ഇതവളല്ലേ? അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്രീ ഡാ ഡാ ശ്രീ, നോക്കടത്തുണ്ടി, നോക്കട പെണ്ണിനെ. എന്താടാ അഭി? ആ ഞാൻ നോക്കിക്കോ. ഇവളോ? ये लड़का हाय अल्लाह कैसा है दीवाना, कितना मुश्किल है तौबा इसको समझाना, कि धीरे धीरे दिल बेकरार होता है, होते 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 प्यार होता है। हो ये लड़का हाय अल्लाह कैसा है दीवाना, कितना मुश्किल है तौबा इसको समझाना, कि धीरे धीरे दिल बेकरार होता है। എന്റെ കൃഷ്ണ, കടുവ. എന്നാലും എൻ്റെ ദൈവമേ, ഫീലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇയാളെ ഞങ്ങൾ മുമ്പിൽ കൊണ്ടെന്ന് തോന്നല്ലോ. അതും ഇങ്ങനെ രൂപത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല, എന്തപ്പോൾ ഇവിടെ നടക്കുന്നത്? ഇവളാണോ അപ്പോൾ അഞ്ജലി? കൊള്ളാം, പേരിഷ്ടപ്പെട്ടു. ഇനി ചടങ്ങ് മാറ്റി വെക്കണ്ട. രണ്ടുപേരൊന്ന് പോയി സംസാരിക്കും. എന്നിട്ടാവാം ബാക്കി. എന്താ മോളെ, നീ നീ ഇവനെയും കൊണ്ട് നിന്റെ റൂമിലേക്ക് പോയിക്കും. ആ അച്ഛാ, ശരി. അതും പറഞ്ഞ് അഞ്ജു നമ്മുടെ ശ്രീയും കൊണ്ട് റൂമിലേക്ക് പോയി. ഓ, അപ്പൊ ഇതാണല്ലേ നിന്റെ റൂം? കൊള്ളാം, വൃത്തിക്കണ്ട. ഇതെന്റെ റൂം ആയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, മനസ്സിലായോ? അല്ല, നിനക്കെന്താ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയില്ലേ? ആഹാ, അപ്പൊ ഞാൻ ഇതുവരെ സംസാരിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലേ? എനിക്ക് നല്ല രീതിയിൽ മലയാളം സംസാരിക്കാൻ അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. ഇനി ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഇനി ഇംഗ്ലീഷിൽ വല്ലതും വേണോ? ചാട കാണിക്കാണല്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന്, അപ്പോൾ നിങ്ങൾക്ക് പറയാം ഇഷ്ടമല്ലെന്ന്. ആദ്യമായിട്ടാ എനിക്കൊരു പെണ്ണിനോട് ചെറിയൊരു ഫീലിങ്സ് തോന്നുന്നത്. അത് ഞാൻ ദൈവത്തിനോടൊന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവം എൻ്റെ മുമ്പിലേക്ക് എത്തിച്ചു തന്നിട്ടേ അങ്ങനെ വെറുതെ വിട്ടുകളഞ്ഞ എങ്ങനെ? ശരിയല്ല. സോ ഞാൻ ഒട്ടും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല, വിചാരിക്കുന്നതുമില്ല. ആഹാ, നിനക്കിപ്പോൾ കല്യാണത്തിന് സമ്മതമാണല്ലേ? എന്തായാലും എനിക്കത് പുതിയ അറിവാ. കല്യാണത്തിന് പെണ്ണ് കാണാൻ വന്ന വരനെ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് തന്നെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. ഉഷാറാണല്ലോ. ഹലോ, ഞാൻ തന്നോട് കല്യാണത്തിന് സമ്മതിക്കാനല്ല പറഞ്ഞത്. തനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തൻ്റെ വീട്ടിൽ ഇഷ്ടമല്ലാന്ന് പറയാനാണ് പറഞ്ഞത്. ഓ, അതിന് ഞാനിപ്പോഴാടി തന്നോട് എനിക്ക് തന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു. എനിക്കറിയാം തനിക്ക് എന്നോട് ദേഷ്യമാണെന്ന്, എന്ന് എടുത്തിട്ട് അത് ലൈഫ് വെച്ച് കളിക്കരുത്. നിനക്ക് തോന്നിയോ എനിക്ക് നിന്നോട് ദേഷ്യമാണെന്ന്? അങ്ങനെ തോന്നിയെങ്കിൽ ഓക്കെ. കടുവേ, തനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ എന്താ നാക്കിക്കോ, എനിക്കൊരു പ്രശ്നമില്ല. എന്തായാലും ഞാൻ ഈ കല്യാണത്തിന് ഒഴിഞ്ഞു മാറുന്നു കരുതണ്ട. ഞാൻ നോ എന്ന് പറയില്ല, കാരണം എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ഓ, ഓക്കെ. അപ്പോൾ നീ നോ എന്ന് നിൻ്റെ വീട്ടുകാരോട് പറയില്ല. അപ്പോൾ ഞാൻ തീരുമാനിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, ആസ് എ വിഷ്, ഞാൻ പറഞ്ഞോളാം. ഓ, അപ്പം ഞാൻ പറയാൻ കാത്തിരിക്കുകയായിരുന്നല്ലേ നോ എന്ന് പറയാൻ? താൻ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. നമുക്ക് താഴേക്ക് പോയാലോ? അങ്ങനെ അവർ താഴേക്ക് പോയി, എന്നുവെച്ചാൽ ഹാളിലേക്ക് പോയി. ആഹാ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. എന്നാൽ അങ്കിൾ, ഞങ്ങളങ്ങോട്ട് ഇറങ്ങാണേ. കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി ആൻറ്റിയോട്. ഓക്കെ, എന്നാൽ ഫസ്റ്റ് നമുക്ക് പോകാം. ഓക്കെ അങ്കിൾ, എന്നാൽ ഞങ്ങൾ പോയി വരാം, പിന്നെ കാണാം. അഞ്ജു, നിനക്ക് അവനെ ഇഷ്ടമായോ? എൻ്റെ പൊന്നമ്മേ, എൻ്റെ അച്ഛ, എനിക്കറിയില്ലേ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വെറുതെ ഒന്നും ഒരാളെ കണ്ടെത്തി തരില്ലെന്ന്.
എനിക്ക് എന്തായാലും ഏറ്റവും ബെസ്റ്റ് കണ്ടെത്തി തരുള്ളൂ എന്ന്. സോ എനിക്കൊരു കുഴപ്പമില്ല. ഇനി അങ്ങനെ തന്നെ ഇഷ്ടമായെന്ന് എനിക്കറിയില്ല. എനിക്കത് കേട്ടാൽ മതി അഞ്ചു, ഇനി ഒന്നും കേൾക്കണ്ട. പിന്നല്ലാതെ എൻ്റെ മോളെ ഇഷ്ടാവാതെ എൻ്റെ മോളെ ഇഷ്ടാവാണ്ടിരിക്കുമോ? എൻ്റെ മോൾ സുന്ദരി കുട്ടിയല്ലേ. അച്ഛൻ, അമ്മ, ഐ എം സോറി. ആ കടുവയ്ക്ക് എന്നെ ഇഷ്ടമല്ല. അപ്പോൾ ഈ കല്യാണം നടക്കില്ല. ഞാനിത് എങ്ങനെ പറയും? ദാ ശ്രീ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. നമ്മൾ എന്നാൽ അവളെങ്ങനെ അവിടെ? ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാനോ? എന്തായാലും അത് വിളിച്ചു. ഏതായാലും അവളോടെന്തോ ഫീലിങ്സ് ഉണ്ടെന്നും പറഞ്ഞ് കല്യാണം മുടക്കാന്നുണ്ടല്ലേന്നോ. ഇനിയിപ്പോൾ ആ ഒരു കാരണം വേണ്ടല്ലോ. ഇനിയിപ്പോൾ എന്താ നിന്റെ തീരുമാനം? ഡാ, നീ ഇതെന്തൊക്കെയാടാ പറയുന്നേ? എനിക്ക് അവിടെ ഫീലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയല്ല, എനിക്ക് ഫീലായി എന്നാണ് പറഞ്ഞത്. അല്ലാതെ എനിക്കവിടെ ഫീലിങ്സ് ഉണ്ടെന്നുള്ളത് കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ല. അപ്പം എനിക്ക് എന്തോ അങ്ങനെ തോന്നി, അത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. വാട്ട് യു മീൻ? അപ്പോൾ നിനക്ക് അവളോടൊരു ഫീലിങ്സും ഇല്ല? അപ്പം നീ ഇപ്പം എന്തൊക്കെയാ പറയുന്നത്? രണ്ട് തോണിലും ഇവിടെ കാലിടുകയാണേ. അല്ല, ഇപ്പോൾ നീ ഫീലിങ്സ് ഇല്ലെന്ന് പറയുന്നേ, ഇതിനർത്ഥം എന്താ? നീ കല്യാണത്തിന് സമ്മതിച്ചില്ലെന്നോ? നീ അപ്പോൾ ഇനി ഈ കല്യാണത്തിന് ഇഷ്ടമല്ലാന്ന് വീട്ടിൽ പറയാൻ പോവാണോ? എന്താ നീ പറയാൻ പോകുന്നേ? എൻ്റെ പൊന്നാബി, നീ എത്രമാത്രം ക്വസ്റ്റ്യനാ ഇപ്പോൾ ചോദിച്ചേ? എല്ലാത്തിനും ഞാൻ നിനക്ക് ഒരു ഉത്തരം തരാം. ആസ് യുവർ വിഷ്. എന്തോന്ന് എൻ്റെ വിഷോ? അതിന് ഞാനെപ്പോഴാണോ നിന്നോട് പറഞ്ഞ് ഈ കല്യാണം മുടക്കാൻ? ഞാൻ നിന്നോട് പറഞ്ഞ് കഴിക്കാനാ, അല്ലാതെ മുടക്കാനല്ല. പിന്നെ ഞാൻ അതാണ് നിന്റെ പ്ലാൻ എന്ന് ചോദിച്ചതാണ്, അല്ലാതെ ഞാൻ കല്യാണത്തിന് സമ്മതിക്കണ്ടെന്നല്ല പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ചോദിച്ചതിന് ഒരു മറുപടി നമ്മുടെ സ്ത്രീ കൊടുത്തില്ല. പകരം സൈലൻ്റായി കാരണം പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു. ആ മക്കളെ, നിങ്ങൾ വന്നോ? അല്ല, നിങ്ങള് പോയ കാര്യം എന്തായി? ശ്രീ ഒന്നും വേണ്ടിയില്ല. അബേ, ശ്രീ, നിങ്ങൾ വന്നോ? അല്ല, നിങ്ങൾ പോയിട്ട് എന്തായി? ശ്രീ, നിനക്ക് കുട്ടിയെ ഇഷ്ടമായോ? മോളെ അഞ്ജലി, നീ ദേവാഞ്ജലിയാവാൻ തയ്യാറായിക്കോ? എന്താടാ, നിനക്ക് പെൺകുട്ടിയെ ഇഷ്ടമായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി ഞങ്ങളൊന്നും പറയാനില്ല. നിന്റെ ഇഷ്ടത്തിന് നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നീ കല്യാണം കഴിച്ചാൽ മതി. ഞങ്ങൾ ഒന്നിനും നിന്ന് നിർബന്ധിക്കില്ല. ശരിയാ, നിന്റെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ. ഞങ്ങളെ വിളിച്ച് പറഞ്ഞോളാം. അത് തന്നെയാ നല്ലത്. നിങ്ങൾ ആരെ വീട്ടിലേക്ക് വിളിച്ച് പറ എനിക്ക് പെൺകുട്ടിയെ ഇഷ്ടമായി എന്ന്. അപ്പൊ സമ്മതിച്ചെന്നാണോ പറഞ്ഞേ? നിനക്കെന്താ ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? എനിക്കറിയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കൃഷ്ണേട്ടാ, എന്റെ സ്ത്രീക്ക് അവളെ എന്തായാലും ഇഷ്ടാവെന്ന് എനിക്ക് ഉറപ്പായി. സത്യം പറഞ്ഞ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കുന്ന ഒട്ടും പ്രതീക്ഷയില്ല. അതെ അങ്കിൾ, ഞാനും അത് തന്നെയാ കരുതി. ഒരു കാര്യം ചെയ്, എന്നാ കാര്യം വേഗം അവിടേക്ക് വിളിച്ച് പറ. അതുപോലെ നമുക്ക് വേഗം ജാതകം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നോക്കാൻ പറയാം. അവിടേക്ക് വിളിച്ചു പറയുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. പക്ഷെ ജാതകത്തിന്റെ നോട്ടം ഇനി ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതെന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞേ? ജാതകം നോക്കാതെ എങ്ങനെ കല്യാണം നടത്തുന്ന? അബി, സത്യം പറഞ്ഞ എനിക്ക് ആ പെൺകൊച്ചിനെ കണ്ടപ്പോഴേ ഇഷ്ടമായി. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. 2 മാസം മുമ്പേ ഞാൻ ആ പെൺകൊച്ചിനെ കണ്ടിരുന്നു. അവിടെ വെച്ച് എനിക്ക് ഇഷ്ടമായപ്പം തന്നെ ഞാൻ അവളെ വീട്ടിൽ പോയിട്ട് അവളെ പെണ്ണ് ചോദിച്ചു. അവർക്ക് അത്ര എതിർപ്പും ഉണ്ടായില്ല. നിന്നെക്കുറിച്ച് അവർക്ക് നല്ലോണം അറിയും ചെയ്യാം. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. അന്ന് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയും ചെയ്ത് പുറത്തെ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടെന്ന് നോക്കി. എന്താ 2-3 മാസം മുമ്പ് ജാതകം നോക്കിയെന്നോ? എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് പെണ്ണ് കാണാൻ പോകുന്നേ? നീ അതിന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വരില്ലല്ലോ. വിളിച്ചാൽ തന്നെ നേരെ ഫോൺ എടുക്കും ഇല്ലല്ലോ. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഞാൻ അങ്ങ് തീരുമാനിച്ചു. പിന്നെ ഇവിടെ വന്നാലും നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം പിന്നെ ഞാൻ നിന്റെ ഇഷ്ടത്തിന് നിൽക്കാന്ന് കരുതി. അത് പോട്ടെ, അത് കുഴപ്പമില്ല. അത് നോക്കിയോണ്ട് അത് കഴിഞ്ഞില്ലേ, ഇനി വേഗം ഡേറ്റ് കുറിച്ച് നമുക്ക് കല്യാണം നടത്താലോ. അതല്ല, എന്നിട്ട് ജാതകം നോക്കിയിട്ട് എത്ര പൊരുത്തണ്ട്? എത്രയാണോ എന്തോ, 10-ൽ 5 പൊരുത്തെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. അത് ചോദിക്കാതിരിക്കുക നല്ലത്. പെണ്ണ് പോലും കാണാതെ ഞങ്ങൾ ജാതകം കൈമാറിയപ്പോൾ ഞങ്ങൾ കരുതി അതിൽ 10-ൽ 5 പൊരുത്തം ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. പക്ഷേ ഞങ്ങളത് ശരിക്കും കണ്ടപ്പോൾ നെട്ടിപ്പോയി. അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞേ?
10ൽ 2 പോലും പൊരുത്തല്ലേ? ഡാ അപ്പി, നിന്നെ ഞാൻ... അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അത്ര നെട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. ഇത് 10ൽ 10 തന്നെ പൊരുത്തം കാണിക്കുന്നുണ്ടായിരുന്നു. എന്ത് 10ൽ 10ഓ? അതെങ്ങനെ? ഇവറ്റങ്ങൾ കണ്ടാ തീരുമ്പോണല്ലോ. എന്താ മോനെ നീ പറഞ്ഞ്? ഞാൻ കേട്ടില്ല. ഒന്നുമില്ല അങ്കിൾ. അല്ല, ഞാൻ പറയായിരുന്നു കല്യാണം അതുകൊണ്ട് പെട്ടെന്ന് നടത്താൻ. 10ൽ 10 പൊരുത്തോ? എനിക്ക് തോന്നുന്നത് ആ ജോത്സ്യന് കണക്ക് തെറ്റിയെന്ന്. ആടാ, ജോത്സ്യന് കണക്ക് തെറ്റിയെന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ കേട്ടിട്ട് നീ പറഞ്ഞു. ഓ, മനസ്സിൽ പറയുന്നടക്കം നീ കേൾക്കുന്നുണ്ടോ? എന്ത് ചെവിയടാ നിന്റെ? 2 ആഴ്ച കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചു പോകണമെന്നല്ലേ നീ പറഞ്ഞ്. അതുകൊണ്ട് ഈ 2 ആഴ്ചകളിലുള്ള ഏത് നല്ല മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് കല്യാണം വെക്കാം. ഞങ്ങളെ അവർക്ക് വിളിച്ച് പറയട്ടെ. അങ്ങേർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന് എനിക്കെന്തിനാ ഇത്ര സങ്കടം? ഞാൻ അങ്ങേരോട് ഇഷ്ടമല്ലെങ്കിൽ ഇല്ലെന്ന് പറയാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോത്തിന് അങ്ങനെ പറഞ്ഞു കണ്ടില്ലേ? അല്ല, ഞാൻ എപ്പോഴാ കടുവനോട് പറഞ്ഞു എനിക്കിഷ്ടമല്ലാന്ന്? ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങേക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയാനല്ലേ പറഞ്ഞ്. അപ്പോ അങ്ങേർക്ക് എന്നെ ഇഷ്ടമായില്ലേ? അല്ല, അമ്മയുടെ സുന്ദരി കൊച്ചി എന്തോന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? എന്തൊരു വിഷമം? ഏയ് അമ്മേ, എനിക്ക് വിഷമമൊന്നുമില്ല. അമ്മ പറ, അമ്മ എന്താ അമ്മേ? അതെന്താന്ന് വെച്ചാ, എൻ്റെ സുന്ദരി കൊച്ചി ഈ 2 ആഴ്ചക്കുള്ളില് മണവാട്ടിയായി ഒരുങ്ങി നിൽക്കാൻ തയ്യാറായിരുന്നു. മണവാട്ടിയായിരിക്കാനോ? ഞാനോ? എന്ത് അമ്മ പറയുന്നത്? എൻ്റെ പൊന്നു മോളെ അവിടുന്ന് വിളിച്ചിരുന്നു. അവർക്ക് നിന്നെ ഇഷ്ടമായി എന്ന് പറയാൻ. അതുപോലെ ഈ 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ കല്യാണം ഉണ്ടാവും. ദൈവമേ, ഞാൻ എന്ത് കേൾക്കുന്നത്? കടുവയ്ക്ക് ഇഷ്ടമാണെന്നോ? അപ്പൊ കടുവ കല്യാണത്തിന് സമ്മതിച്ചോ? അപ്പൊ എന്താ എന്നോട് അങ്ങനെ പറഞ്ഞേ? അല്ല, ഇനി റിവഞ്ചിന് മറ്റോ ആണോ? അങ്ങനെ കല്യാണത്തിന്റെ ഡേറ്റ് ഉറപ്പിച്ചു. അങ്ങനെ അവര് കല്യാണത്തിന്റെ തിരക്കിലായി. ഇനിയിപ്പോ നമുക്ക് കല്യാണത്തെ ദിവസത്തിലേക്ക് പോയാലോ? പോയി നോക്കാന്നേ. ശ്രീ, എൻ്റെ പൊന്നു മോളായത്. നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ നീ പൊന്നു പോലെ നോക്കിക്കോണേ. എൻ്റെ ജീവനവള്. ആച്ചാ, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പെണ്ണും ചെക്കനും വീട്ടിലേക്ക് പോയിട്ടോ. പെണ്ണും ചെക്കനും മാത്രമല്ല, എല്ലാവരും പോയി. മോളെ, ഇന്ന പാല്, നീ ഇത് കൊണ്ട് റൂമിലേക്ക് പോയിക്കോ. ആമാ, ശരി, ഞാൻ പൊക്കോളാം. ദൈവമേ, എന്നെ കാത്തോളണേ. അങ്ങനെ നമ്മുടെ അഞ്ചുകുട്ടി കടവക്കൂട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ ബൈ.